നെവിനും ബിൻസിയും കൂടെ സംസാരിക്കും. അപ്പോൾ ബിൻസി ചോദിക്കുന്ന അനിമോളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ നെവിനേന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അപ്പം തന്നെ തീർന്നു, ഞാൻ മനസ്സിൽ വെച്ചൊന്നും പെരുമാറത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അനിമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാകത്തില്ല, അതിനെനിക്ക് പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് എന്നെ അവളിവിടെ ഇട്ട് വേദനിപ്പിച്ചതാണ്. പിന്നെ നൂറ് ആദിലയായിട്ട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകും. ഷാനവാസുമായിട്ടും ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിൽക്കത്തില്ല. കാരണം അയാളുടെ ഫാമിലി വന്നിട്ടും പുള്ളി എന്നെ ഇതാക്കിയതിന് ഞാനൊന്നും ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചൊന്നും പെരുമാറിയില്ല. ഞാൻ നല്ല രീതിയിൽ തന്നെ പെരുമാറിയത്. അതുകൊണ്ട് അയാളുടെ മോളും കൊച്ചിന് എന്നെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഞാനുമായിട്ടായിരുന്നു കളിയും ചിരിയും, എനിക്ക് മേക്കപ്പ് ഇട്ട് തരികയൊക്കെ ചെയ്ത്. ഇയാൾക്ക് വിവരമില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞാൻ ഈ പുള്ളിയായിട്ട് യാതൊരുവിധ കണക്ഷനില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ രണ്ട് പേരുമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു കണക്ഷനും ഇല്ലാതാക്കുന്നത്. ഒന്ന് അനിമോളും ഒന്ന് ഷാനവാസും. പിന്നെ നമുക്കെല്ലാവർക്കും കൂടെ ഒക്കെ ടൂറിന് പോകണം. എനിക്ക് ദുബൈയിലൊരിത് വന്ന് കിടപ്പുണ്ട്, അതിന് പോകണം, നമുക്കെല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അനിമോളുമായിട്ടും ഷാനവാസുമായിട്ടും യാതൊരുവിധ കൂട്ടും ഇല്ല. പിന്നെ അനിമോൾ അന്ന് എൻ്റെ കയ്യിൽ മാന്തി എന്ന് പറയുന്നുണ്ട്. അപ്പം വിൻസി പറഞ്ഞ് നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഇവളെന്നെ വേദനിപ്പിച്ച പിന്നെ ഇവളെ ഇനിയിപ്പോൾ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുമോ? എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ലെന്ന് നെവിൻ പറയും.